നമ്മുടെ നിരത്തുകളിൽ ചോര വീഴാത്ത ഒരു ദിവസം പോലും ഇല്ല എന്നായിരിക്കുന്നു പാലക്കാട് പനയമ്പാടത്തെ അപകടത്തിന്റെ ഞെട്ടലിലാണ് ഇന്നും നമ്മൾ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അപകടത്തിന് കാരണമായി. 2021 പാലക്കാട് IIT മോട്ടോർ വാഹന വകുപ്പിനായി പനയമ്പാടത്ത് നടത്തിയ പഠനത്തിൽ ഈ പ്രദേശം അപകട മേഖലയാണ് എന്ന് കണ്ടെത്തിയിരുന്നു. വേഗപരിധി കുറയ്ക്കണമെന്നും ഡിവൈഡർ സ്ഥാപിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ പക്ഷേ നടപടിയായില്ല. ഇന്ന് 3 മണിക്ക് വീണ്ടും ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം പരിശോധനയ്ക്കായി എത്തുകയാണ്. ഗതാഗത മന്ത്രിയും എത്തും. 2021 പാലക്കാട് IIT മോട്ടോർ വാഹന വകുപ്പിന് പനയമ്പാടത്തെ ഈ റോഡ് സംബന്ധിച്ച് ഒരു പഠന റിപ്പോർട്ട് നൽകുന്നത്. ഈ പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഈ റോഡ് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ്, അതിൽ ഒരുപാട് പാളിച്ചകളുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന്റെ കൺക്ലൂഷൻ വരുന്നത് പല വീഴ്ചകളും അല്ലെങ്കിൽ പല മാറ്റങ്ങളും ഇവിടെ നിർദ്ദേശിച്ചുകൊണ്ടാണ്. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡിൽ ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു ദൂര വിഷൻ ഒരിക്കലും കിട്ടില്ല. ഇതൊരു വളവാണ്. ആ വളവിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ വീതിയുള്ള റോഡാണ്, പക്ഷെ ഓവർടേക്കിംഗ് സമയത്ത് അതിനാവശ്യമായ വിഷൻ കിട്ടില്ല. അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കയറ്റം ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ ഈ മണ്ണാർക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതൊരു കയറ്റമാണ്. ഈ കയറ്റം ഒന്നെങ്കിൽ നേരെയാക്കണം, അല്ലെങ്കിൽ വളവ് നിവർത്തണം. ആ ഒരു പ്രപ്പോസലാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതേസമയം തന്നെ അടിയന്തരമായി ഇവിടെ ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം വേഗ നിയന്ത്രണമാണ്. ദേശീയപാതയിൽ 70 കിലോമീറ്റർ വേഗതയിലായിരിക്കും ഒരു വാഹനം സഞ്ചരിക്കുക. അതാണ് പരമാവധി ദൂര വേഗപരിധി. എന്നാൽ ഇത് ഈ വളവിന്റെ ഈ പനയമ്പാടം മേഖലയിൽ ഇത് 30 ചുരുക്കണം. അതിന് നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അപകട മേഖലയാണെന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ബോർഡുകളും മറ്റും സ്ഥാപിക്കണം. എവിടെയെങ്കിലും കുട്ടികൾ പാസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും സൈൻ ബോർഡ് കണ്ടോ? ഒരു സൈൻ ബോർഡ് ഇല്ല, ഒരു വേഗത കുറക്കുന്നതിന്റെ ബോർഡില്ല, ഒരു ബോർഡ് പോലും അറ്റ്ലീസ്റ്റ് ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. ഇവിടെ 100 മീറ്ററിന്റെ ഇടയിലാണ് ഈ 2 സ്കൂളുകളുള്ളത്. ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒരു കാര്യമാണ് സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണം. ഈ വേഗപരിധി നിശ്ചയിച്ച് അത് റോട്ടിൽ തന്നെ കട്ടിയുള്ള മാർക്കുകൾ നൽകണം. അങ്ങനെയുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരേ ദിശയിൽ മാത്രമേ വാഹനങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ഓവർടേക്കിങ്ങോ അല്ലെങ്കിൽ വലതുഭാഗത്തേക്ക് വാഹനം നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഡിവൈഡർ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നും ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. ഇത് 2021 നൽകിയ റിപ്പോർട്ടാണെന്ന് ആലോചിക്കണം. അപ്പോൾ 2021 ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ഇന്നെന്ത് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയെന്ന് ചോദിച്ചാൽ കാര്യമായ ഒരു മാറ്റവും ഇവിടെ ഉണ്ടായിട്ടില്ല. കാര്യമായ ഏതെങ്കിലും തരത്തിലുള്ളൊരു നവീകരണ പ്രവർത്തനങ്ങളോ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് സമയം മുൻപാണ് ഇവിടെ യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധം ഉണ്ടായി. $84 ലക്ഷം സംസ്ഥാന ഖജനാവിൽ നിന്ന് ഈ റോഡിലേക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാവുന്ന വിഷയം മാത്രമാണ് ഇതിലുള്ളത്. കോൺഗ്രസിന്റെ ഉപവാസ സമരം അനിശ്ചിതകാലമായി പുരോഗമിക്കുകയാണ്. അവരെല്ലാം പറയുന്നത് ആകപ്പാട് ഇവിടെ ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പരിക്കൻ കൂട്ടുന്ന ഒരു ക്രമീകരണം മാത്രമാണ് ഉണ്ടായത്. പക്ഷെ അത് കാലക്രമത്തിൽ അത് ഈ പ്രധാന പാതയിൽ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയും വന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണമുണ്ടായില്ല. ഒരു മഴ പെയ്യുമ്പോൾ പ്രധാനമായും ഈ മണ്ണാർക്കാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ബ്രേക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയും അത് സ്ലിപ്പായി വന്ന് മറ്റു വാഹനങ്ങളിൽ ഇടിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപകടങ്ങൾ ഒരു തുടർക്കഥയാകുന്നു. മൽഘോഷ് സി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ് പാലക്കാട്.